ഇതിൻ്റെ അകത്തോട്ടേക്ക് പോവുക കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. കോസ്റ്റ്യൂം ഇവിടെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവരുടെ കോസ്റ്റ്യൂമിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫൈനലി ഇതേ കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ടല്ലോ. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. ഈ ഒരു കളറാട്ടോ സെലക്ട് ചെയ്തെടുക്കുന്നത്. ചേഞ്ച് ചെയ്ത് നോക്കട്ടെ സൈസ് ഓക്കെ ആവും എന്നുള്ളത്. കളർഫുൾ കോസ്റ്റ്യൂം അല്ല, ഇച്ചിരി കളർഫുൾ കോസ്റ്റ്യൂം എടുക്കണം കേട്ടോ. ആർട്ട് എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടാവും ഞങ്ങൾ പറഞ്ഞു കേട്ടോ. എങ്ങനെ ഓക്കെ അല്ലേ? പോവാം. സ്കൂബ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയായി. 2 കോസ്റ്റ്യൂം കിട്ടി സെറ്റായി നിൽക്കണം കേട്ടോ. നമ്മളെ ആർട്ട് എക്സ്പീരിയൻസ് ആകുമ്പോൾ അറിയില്ല എങ്ങനെയോ എന്നുള്ളത് സിമ്പിളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. സ്കൂബ ചെയ്യാൻ അപ്പോൾ നമ്മൾ സ്കൂബ ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ വെറുതെ തോട്ടിലെല്ലാം പോകുന്നില്ലേ, ആ ഒരു പ്രതീതിയാണ് കേട്ടോ. അറിയത്തില്ലേ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നടന്നിട്ട് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് സ്കൂബയുടെ നമ്മൾ ചെയ്തില്ലേ, അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക്. അവിടത്തേക്ക് ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ടറും കാര്യങ്ങളൊക്കെ ചായ കുടിക്കണം. അപ്പോൾ നമ്മൾ ടീ ബ്രേക്ക് എടുത്തേക്കണേ. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബദ്രിക്കുട്ടൻ എന്തിനാ വന്നേ? കളിക്കാൻ വന്നതല്ലേ. സിമ്മിയാൻ വരുന്ന വെച്ചിട്ട് അവന് പേടി കേട്ടോ. അവന് കളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. കേട്ടോ അറിയില്ല, നമ്മൾ ടീ ബ്രേക്ക് എടുത്ത് വെയിറ്റ് ചെയ്യാണ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിന് ഈ ഒരു ആക്ടിവിറ്റീസിന് മുന്നേ നമുക്ക് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരും അവർ. അതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ ട്രെയിനിങ് തന്നതിന് ശേഷം നമുക്കിത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും റീഫണ്ടബിൾ അല്ല കേട്ടോ. അത് ആദ്യം ഓർക്കണേ. അതിന് നമ്മളപ്പോൾ ആദ്യം പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ചെയ്താലും ഇല്ലെങ്കിലും റീഫണ്ട് തരത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പോകുന്ന വഴി കാണിച്ചു. ബദ്രിന്റെ ഫോട്ടോ മാത്രം എടുത്തില്ലാട്ട് പറയുന്നുണ്ട്. ബദ്രിന്റെ ഫോട്ടോ എടുത്തല്ലോ വീഡിയോയില്. ബദ്രി ഇടുന്നുണ്ടോ സിം ചെയ്യാൻ? അക്കു വരുന്നുണ്ടോ സിം ചെയ്യാൻ? അക്കു നിങ്ങളോ? ഇതെന്താ ശരിക്കും ചെയ്യുന്നത്? അപ്പം ഇവിടെ ചപ്പല് ഇവിടെ അഴിച്ചു വെച്ചുകൊണ്ട് ഈ ഒരു സാധനങ്ങളെല്ലാം എടുത്തിടാൻ പോവാണ് കേട്ടോ. ഏട്ടന് ആദ്യം എടുക്കേ. അല്ല കുറച്ച് കിട്ടൂലേ അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് പുള്ളി നമ്മുടെ ട്രെയിനർ കൂടെയാണ് കേട്ടോ. ട്രെയിനിങ് ചെയ്യിക്കുകയാണ്. ജസ്റ്റ് അവർ ആദ്യം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി പോവാണേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് പറയും. വീട്ടിൽ പോവല്ലേ? 1 2 3 go. ओके रेगुलेटर हाई करना है आदि कर लीजिए. ओके बढ़िया सुपर. ओके 2 1 go. ओके हाय. हाँ ओके.
ഇതേപോലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യാം. പക്ഷെ അത് കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് പോകും കേട്ടോ, ബീച്ചിൻ്റെ അതായത് കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ട് ഒരു ഐലൻഡ് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്കൂബ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പോകുന്നതിന് മുമ്പിലെ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് കാണിക്കും ഒരു ചെറിയൊരു പോർഷൻ കേട്ടോ. ആ പോർഷൻസിൽ എന്താ പറയുക, നമുക്ക് ഇൻസ്ട്രക്ടർ ഉണ്ട്, ഇൻസ്ട്രക്ടർ നമുക്ക് ട്രെയിനിങ് തരും. ഓക്കെ, അപ്പോൾ അവർ റീഫണ്ട് തരില്ല എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പേര് അതിൽ പറഞ്ഞിട്ട്, അപ്പോൾ ഞാനും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തപ്പോഴത്തേക്കും പറ്റില്ല നേർച്ചയാണ്. പിന്നെയാണ് നമുക്ക് മൂന്നാമത്തെ ട്രയലാണ് എനിക്ക് കൂടി ഒന്ന് ബെറ്റർ ആയത് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞതിൽ എന്താ, നമ്മൾ വെള്ളത്തിനടിയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയല്ലോ. അതിൽ ഒന്നാമത് വെച്ചാൽ ഈ സൈഡ് കേട്ടോ, ഇത് ഓക്കെ എന്ന് പറയും. രണ്ടാമതേ നമുക്ക് വെള്ളത്തിൽ ഓക്കെ ആണെങ്കിൽ ഇതിങ്ങനെ, ഇനി മുകളിലേക്കാണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ, ഇനി ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും എക്സാമിന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ 20 minutes ആണ് നമുക്ക് അതിനുള്ളിൽ സ്കൂബ ചെയ്യാനുള്ളത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം ശരിക്കും നമ്മൾ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ശരിക്കും അല്ല, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കൂടെ ഉണ്ടായ ഇൻസ്ട്രക്ടേഴ്സിന് ഇടുക്കിക്കാരൻ മലയാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്ത സ്ഥലങ്ങളിൽ ആൻഡമാനിൽ വരുന്ന സമയത്ത് അഫോർഡബിൾ പ്രൈസുമാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടി ഉണ്ടായവരെല്ലാം അടിപൊളി സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, മലയാളി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരുന്നവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ ആദ്യം ഒന്ന് സ്കൂബ ചെയ്തിട്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിൽ കാണാം. ബൈ ബൈ.